എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിന് ചുറ്റുവട്ടത്തുമുള്ളവർ ഓണം വരുന്നതിന് തൊട്ട് മുന്നേ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നു. പച്ചക്കറി കൃഷി ചെയ്യുന്നവർ പച്ചക്കറി കൊണ്ടുതരും. ചിലരാണെങ്കിൽ ചിപ്സ്, ഉപ്പേരി അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരും. ചിലരാണെങ്കിൽ ഓണത്തിന്റെ അന്ന് പായസം കൊണ്ടുവരും. അങ്ങനെ ഓരോരോ സാധനങ്ങൾ. അതുപോലെ തന്നെ ക്രിസ്മസിന് കേക്ക് കൊണ്ടുവരുന്നവരുണ്ട്. പിന്നെ വാപ്പക്ക് കടയായതുകൊണ്ട് അങ്ങനെയും കുറെ ആളുകൾ വരുമായിരുന്നു. അതുപോലെ തന്നെയാണ് പെരുന്നാളിന് ഞങ്ങൾ അവരെയൊക്കെ അങ്ങോട്ട് പോയി കാണുക, പലതും കൊടുക്കുക, വീട്ടിലേക്ക് വിളിക്കുക, ഫുഡ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ കുട്ടിക്കാലത്തെ പറ്റി ഓർത്താൽ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ. ഇത് കേൾക്കുന്ന ഒട്ടുമുക്കാൽ ആൾക്കാരുടെയും കുട്ടിക്കാലം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കും. യുഎയിലെത്തിയിട്ട് കുറച്ചധികം വർഷങ്ങളായെങ്കിലും ഇതുവരെ എന്നെ ആരും ഓണം കാണാൻ വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ ഞങ്ങളുടെ നെയ്ബർ ജാൻസി ചേച്ചി ഓണത്തിന് മുന്നേ തന്നെ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഞങ്ങളെ കാണാനായിട്ട് വന്നു. കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതും, ഓ ഇതിലൊക്കെ ഇപ്പം ഇത്ര പറയാൻ എന്തിരിക്കുന്നു എന്ന്. ചേച്ചിയും കുടുംബത്തെയും ഞാൻ പരിചയപ്പെട്ടിട്ട് അധിക കാലമൊന്നും ആയില്ല. എന്നിട്ട് ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്കായി ഇതൊക്കെ കൊണ്ടുവരാൻ കാണിച്ച വലിയ മനസ്സ്, അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം നമ്മളെ ഓർക്കാൻ, നമുക്കായി കുറച്ച് സാധനം മാറ്റി വയ്ക്കുക, നമുക്കായി ഒരു സ്പേസ് മാറ്റി വയ്ക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരുപാട് വലിയ കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചേച്ചിക്കും കുടുംബത്തിനും 1000 ഓണാശംസകൾ നേരുന്നു. അതേപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും 1000 ഓണാശംസകൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയ്ക്ക് ബായ്.